ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ വിദ്യാഭ്യാസ വകുപ്പിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ് വിജിലൻസ്. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിൽ ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. വിരമിച്ച ഉദ്യോഗസ്ഥരാണ് കൈക്കൂലിക്ക് ഇടനിലക്കാരായി നിൽക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ രാജ്യത്തൊരു പദ്ധതിയുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഏർപ്പെടുത്തിയതാണ്. സാർവത്രികമായി വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ തന്നെ വിജിലൻസ് ഏറ്റെടുക്കേണ്ടി വരുന്ന പശ്ചാത്തലം എന്താണ്? എന്തൊക്കെ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? പക്ഷേ സാധാരണഗതിയിൽ സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിലും ഒപ്പം തന്നെ റവന്യൂ വകുപ്പിലുമൊക്കെയാണ് വ്യാപകമായ കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നത്. അത് വിജിലൻസ് ഇടയ്ക്കിടെ റെയ്ഡ് നടത്തി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ വിജിലൻസ് ഇന്നലെ മിന്നൽ പരിശോധന നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഓഫീസുകളിലാണ്. അതിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളും അടക്കം സംസ്ഥാന വ്യാപകമായ ഏതാണ്ട് 55 ഓഫീസുകളിലാണ് റെയ്ഡ് നടത്തിയത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ഈ പരിശോധന. ആ മിന്നൽ പരിശോധനയിൽ അഴിമതിക്കാരായ വിദ്യാഭ്യാസ വകുപ്പിലെ മിക്ക ഉദ്യോഗസ്ഥരും കുടുങ്ങി. മാത്രമല്ല, ഗൂഗിൾ പേ വഴി ഇവർ കൈക്കൂലി വാങ്ങിക്കുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറം വിദ്യാഭ്യാസ വകുപ്പിലെ വിരമിച്ച ഉദ്യോഗസ്ഥർ ഇടനിലക്കാരായി ഈ കൈക്കൂലി ഇടപാടിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള വിവരവും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളാണ് ഈ വിദ്യാഭ്യാസ ഓഫീസുകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിൽ പ്രധാനമായും നടക്കുന്ന അഴിമതി എന്ന് പറയുന്നത് ഒന്ന് അവിടെ തസ്തിക സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. മറ്റൊന്ന് ഭിന്നശേഷി സംവരണം പാലിക്കാതെയുള്ള നിയമനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ നൽകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അറ്റൻഡൻസിലുള്ള കൃത്രിമത്വമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ കണ്ടെത്തുമ്പോൾ അതിൻ്റെ മറവിൽ വലിയ കൈക്കൂലി ഇടപാടും കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഒരു ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിലേക്ക് 77,400 രൂപ വന്നതായിട്ട് 77,500 രൂപ അനധികൃതമായി വന്നതായിട്ട് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൈക്കൂലിയായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ പണം വന്നിരിക്കുന്നത് എയ്ഡഡ് സ്കൂളിലെ ക്ലർക്കുമാരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പണം അയച്ചു കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിലേക്ക് 1,40,40,000 രൂപയാണ് അനധികൃതമായി ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല 2000 മുതൽ അങ്ങനെ 20,500, 4,900 അങ്ങനെ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഓഫീസിൽ ഈ 11 അധ്യാപകരെ, അതായത് ഭിന്നശേഷി സംവരണം പാലിക്കാതെ 11 അധ്യാപകരെ ഈ തിരുവനന്തപുരം ജില്ലയിൽ എയ്ഡഡ് സ്കൂളുകളിൽ നിയമിച്ചിരിക്കുക എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് ഈ എയ്ഡഡ് സ്കൂളുകളിൽ അറ്റൻഡൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി സമീപത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ ഈ എയ്ഡഡ് സ്കൂളുകളിലെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് അറ്റൻഡൻസ് നൽകുകയും അങ്ങനെ ഡിവിഷൻ ഫാൾ ഇല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ്. ഇത് എപ്പോൾ മുതലാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ നടക്കാൻ തുടങ്ങിയിട്ടുള്ളത്? അപ്പോൾ ഇത്രയും കാലം ഒരു പരിശോധനയും ഉണ്ടായിരുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഈ അഴിമതി നടക്കുന്നുണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ സമീപകാലത്ത് സംസ്ഥാന വിജിലൻസിന് പല രീതിയിലുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് പോകുമ്പോൾ അവരുടെ ഫയലുകൾ തടഞ്ഞു വെക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളുണ്ട്. ഇത് സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ വിജിലൻസിലേക്ക് ലഭിച്ചു അടുത്തിടെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഇത്തരം ഒരു മിന്നൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വിജിലൻസ് നടത്തുകയാണ്. അതായത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിലാണ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്.